ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ആത്മീയ ശുശ്രൂഷ കർത്താവിൽ വളരുവാൻ നിങ്ങൾക്ക് സഹായകമാകുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. ദൈവമക്കൾ എവിടെയെല്ലാം ഒരുമിച്ച് കൂടുന്നുവോ അവിടെ ഒരു ദൈവികമായ ആനന്ദമുണ്ട്. പ്രവാചകനായ ജെറമിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എന്റെ ഹൃദയത്തിന് സന്തോഷവും എന്റെ ജീവിതത്തിന് ആനന്ദ അമൃതവുമായിട്ട് മാറി. ദൈവത്തിന്റെ വചനം എവിടെയെല്ലാം മുറിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ആനന്ദത്തിന്റെ ആത്മാവായി വെളിപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയ കൂട്ടായ്മ നമുക്ക് എല്ലാവർക്കും വലിയൊരു ആനന്ദമാണ്. നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പ്രത്യേകമായി യേശുക്രിസ്തുവിൽ നന്ദി പറയുകയാണ്. ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 3-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, വിമോചനം കർത്താവിൽ നിന്നാണ്, അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. വിമോചനം കർത്താവെ അങ്ങയിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വിധത്തിലുള്ള വിമോചനത്തിനെയും ഉറവിടം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവാണ് സമഗ്ര വിമോചകൻ. അവനിൽ നിന്നാണ് നമുക്ക് വേണ്ട വിടുതലും അഭിഷേകവും അനുഗ്രഹവും എല്ലാം ഒഴുകപ്പെടുന്നത്. ഈ തിരുവചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിലായിരുന്നു നമുക്കൊരു നിമിഷം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന എല്ലാ ശുശ്രൂഷകളിലും കർത്താവിന്റെ സാന്നിധ്യം വലിയ അളവിൽ വെളിപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് കൂടി വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ മേൽ വിടുതലിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, അഗ്നിയുടെ ആത്മാവായി, വിശുദ്ധിയുടെ ആത്മാവായി വെളിപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അവിടുന്ന് അഭിഷേകമായി വെളിപ്പെടണമേ, ശക്തിയായി വെളിപ്പെടണമേ, കൃപയായി വെളിപ്പെടണമേ, ദൈവിക ആനന്ദമായി വെളിപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വിമോചനത്തിന്റെ ആത്മാവായി, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവായി എല്ലാ ജീവിതങ്ങളിലും ശക്തി പടരണമേ. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. എല്ലാ ക്ഷീണവും തളർച്ചയും മാറ്റി എല്ലാ ദൈവങ്ങളും ഒന്നായി സ്വരമുയർത്തി യേശുവിനെ വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ഒരു സമ്പൂർണ്ണമായ വിമോചനം കടന്നു വരുവാനായി ഒരിക്കൽ കൂടെ ദൈവങ്ങളെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവേ, 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 വിടുതലിന്റെ ആത്മാവായി ശക്തി പടരണമേ, പ്രവർത്തിക്കണമേ, കരം നീട്ടണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ മുഖങ്ങളെ ഓടിക്കണമേ, എല്ലാ ഭാര്യകളെ മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം പടരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കത്തി കത്തി പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന് നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. 3 കാര്യങ്ങളാണ് ഈ തിരുവചനത്തിലൂടെ ആത്മാവ് നമ്മോട് പറയുന്നത്. ഒന്നാമതായി, യേശു ക്രിസ്തു
നമ്മെ എല്ലാവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു. രണ്ടാമതായി നമ്മൾ സ്ഥിരതയോടെ നിൽക്കുക. മൂന്നാമത് അടിമത്തത്തിന് മുഖങ്ങൾക്ക് ഇനിയും നമ്മൾ വിധേയരാകരുത്. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ബന്ധനത്തിന്റെയോ അടിമത്തത്തിന്റെയോ ജീവിതമല്ല, അത് സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിതമാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യമാണ്. യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുവാനാണ്. പിതാവായ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ അതാണ്, വിമോചനത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ വിടുതലിന്റെ ശുശ്രൂഷ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങളിൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. സുവിശേഷം നമ്മോട് പ്രഖ്യാപിക്കുന്നത് ഈ സത്യം തന്നെയാണ്. യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. യേശു നമ്മെ രക്ഷിക്കുന്നവനാണ്. അവിടെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിന്റെ ശക്തിയാൽ യേശു ഗലീലായിലേക്ക് തിരിച്ചു വരികയാണ്. ആ സിനഗോഗിൽ യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം തുറന്ന് തന്നെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ എഴുതി വെച്ച ആ പ്രവചന ഭാഗം എടുത്ത് തന്റെ മുൻപിൽ ഇരിക്കുന്ന ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് യേശു പ്രകാരം വിളിച്ചു പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വർഷവും പ്രഖ്യാപിക്കുവാൻ അവിടും തന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് യേശു ക്രിസ്തു നമ്മെപ്പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗവാക്കായി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? ഒരേ ഒരു കാര്യം, നമുക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യം നൽകുവാൻ, നമ്മളെ യഥാർത്ഥമായ വിമോചനത്തിലേക്ക് നയിക്കുവാൻ. യേശുവിന്റെ ശുശ്രൂഷ സ്വാതന്ത്ര്യം നൽകുന്ന ശുശ്രൂഷയാ, വിടുതലിന്റെ ശുശ്രൂഷയാ. പ്രിയ ദൈവമക്കളെ, ഇത് തന്നെയാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ളത്. യേശു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നവനാകുന്നു. ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിന് എല്ലാ തലങ്ങളിലും നമ്മൾ പൂർണ്ണമായും അനുഭവിക്കുവാനാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതം കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിന്റേത് പോലെയാ. എന്താ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിന്റെ പ്രത്യേകത? ജീവനുണ്ടോ? ജീവനുണ്ട്. ആ ജീവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം അവന്റെ ശരീരം മുഴുവൻ നാടകൾ കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുക. അവൻ അങ്ങോട്ടൊന്ന് തിരിയാനോ ഇങ്ങോട്ടൊന്ന് തിരിയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിക്കുവാൻ അവന് സാധ്യമല്ല. കാരണം അവന്റെ ശരീരവും അവന്റെ അവയവങ്ങളെല്ലാം കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഇതുപോലെ അനേകം ദൈവമക്കള് കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയില. ഇവിടെയാണ് ദൈവമക്കളെ ഈ വചനത്തിന്റെ പ്രസക്തി വെളിപ്പെടുന്നത്. എനിക്കും നിങ്ങൾക്കും കർത്താവിൽ നിന്ന് ഒരു വിമോചനം ആവശ്യമാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞത്, വിമോചനം കർത്താവിൽ നിന്നാണ്, അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന് മേൽ ഉണ്ടാകുമാറാകട്ടെ. ഈ വചനത്തിന്റെ അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് തുറന്നു വരുന്ന വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരുക്കത്തോടെ നമുക്ക് പ്രവേശിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യമാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക? ഈ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക? പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് ലിബർട്ടി. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ക്രിസ്തീയമായ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ഈ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാൻ വളരുവാൻ കഴിയുകയുള്ളൂ. ആത്മാവിനാൽ പൊതിയപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങൾക്ക് മാത്രമാണ് ഈ സ്വാതന്ത്ര്യത്തിൽ മുന്നേറാൻ പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമാണ് വെല്ലുവിളിയുടെയും പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും തകർച്ചകളുടെയും മാറാ രോഗങ്ങളുടെയും മുൻപിൽ സന്തോഷത്തോടെ വിശ്വാസത്തോടെ കൃപയോടെ നിലകൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബ്രദർ തോമസ് പോൾ അദ്ദേഹം പറയാനുള്ള ഒരു പ്രസ്താവന എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവിന്റെ കാൽവരിയിൽ കുരിശിലെ മരണം
അവിടെ യേശു തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജീവൻ വെടിയുകയാണ്. ഈ സമയത്ത് 4 സുവിശേഷകരും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഭൂമി മുഴുവൻ അന്ധകാരമായി, ഭൂമി കുലുങ്ങി, പാറകൾ പൊട്ടിപ്പിളർന്നു. എന്നാൽ ബ്രദർ തോമസ് പോൾ അദ്ദേഹം പറയാറുണ്ട്, ഭൂമി കുലുങ്ങി, എന്നാൽ കർത്താവായ യേശുവിന്റെ കുരിശിനെ താഴെ നിന്നിരുന്ന പരിശുദ്ധ അമ്മ കുലുങ്ങിയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് മാതാവ് കുലുങ്ങാഞ്ഞത്? അവൾ ബോധം കെട്ടുപോയത് കൊണ്ടല്ല, അല്ലെങ്കിൽ ആകമാനം അസ്വസ്ഥപ്പെട്ട്, ആകമാനം ഭാരപ്പെട്ട്, ബുദ്ധിയാകം അരവിച്ചു പോയത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാ? ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യം അവളെ ഭരിച്ചിരുന്നു. കാരണം ദൈവാത്മാവിനാൽ പൊതിയപ്പെട്ട, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശുദ്ധ ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ സ്വാതന്ത്ര്യത്തിൽ നിറയുവാനും വളരുവാനും സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമാണ് സ്ഥിരതയോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് സ്ഥിരതയില്ല. വാക്കുകളിൽ സ്ഥിരതയില്ല, തീരുമാനങ്ങളിൽ സ്ഥിരതയില്ല, പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശ്വാസ തലത്തിൽ, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചന ധ്യാനത്തിൽ, പഠനത്തിൽ, ഇതിലൊന്നും പലപ്പോഴും നമുക്കൊരു സ്ഥിരതയില്ല. അതുകൊണ്ട് തന്നെയാ നമ്മൾ പലരും കർത്താവിൽ വളരാതെ പോകുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ഥിരത. നമ്മൾ സ്ഥിരതയുള്ളവരാകണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. എന്താ യേശു പറഞ്ഞത്? നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. ആരാണ് കർത്താവിന്റെ ശിഷ്യര്? ആരാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്? ആരാണ് കർത്താവിൽ വളരുന്നത്? ആരാണ് കർത്താവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത്? അവന്റെ വചനത്തിൽ ആര് നിലനിൽക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരെ, യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരെ, യഥാർത്ഥത്തിൽ അവനെ തിരിച്ചറിഞ്ഞവരെ. ദൈവമക്കളെ, നമുക്ക് സ്ഥിരത വേണം, തീരുമാനങ്ങളിൽ സ്ഥിരത വേണം. നമ്മളൊക്കെ എന്തോരം തീരുമാനങ്ങൾ എടുത്തതാ. കർത്താവിനെ കണ്ടുമുട്ടിയ നിമിഷത്തിൽ, കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ, ഇനി ഞാൻ മദ്യം കഴിക്കത്തില്ല, ഞാൻ പുകവലിക്കത്തില്ല, ഞാൻ ജഡിക പാപങ്ങളിൽ വ്യാപരിക്കുകയില്ല, ഞാൻ എല്ലാ ദിവസവും ദൈവവചനം ധ്യാനിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കർത്താവിൽ വളരും, ഞാൻ വെറുപ്പിലും വൈരാഗ്യത്തിലും ജീവിക്കില്ല എന്നൊക്കെ നൂറുകണക്കിന് തീരുമാനങ്ങൾ നമ്മൾ എടുത്തവരാ. പക്ഷേ തീരുമാനങ്ങളെല്ലാം പോയി. നമ്മൾ വളരും ഇന്ന് പിന്മാറ്റത്തിലേക്ക് മാറി. കൃപ നഷ്ടപ്പെട്ട് അഭിഷേകം ചോർന്നുപോയി. അടിമത്വത്തിന്റെ ജീവിതങ്ങളായി അനേകം ദൈവമക്കള് അധപതിച്ചു പോയി. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ പുനരുദ്ധരിക്കുവാനാണ് ഈ മെസ്സേജ് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സർവ്വമെഴുത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, ദൈവിക ആനന്ദത്തോടെ ജീവിക്കുവാനുള്ള റൈറ്റ്, അതിനുള്ള അവകാശം 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവായ യേശു അവന്റെ കാൽവരിയിലെ കുരിശിലെ ബലിയിലൂടെ നമുക്ക് എന്നേക്കുമായി തന്നു. നമുക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യം തന്നു. അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞത്, കർത്താവിന് സ്വീകാര്യമായ വർഷവും പ്രഖ്യാപിക്കുവാനാണ് എന്റെ പിതാവിനെ അയച്ചിരിക്കുന്നത്. ജൂബിലി വർഷം, അത് സ്വാതന്ത്ര്യത്തിന്റെ വർഷമാണ്. പ്രിയ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ഈ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാനും വ്യാപരിക്കുവാനുമുള്ള അവകാശം യേശു പ്രദാനം ചെയ്തിട്ടുണ്ട്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ അവിടെ ദൈവം തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ. ഇന്ന് നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അടിമത്തങ്ങളുണ്ട്. അതെന്തുമാകട്ടെ, അതിൽ നമ്മൾ വിമോചിപ്പിക്കാൻ കഴിവുള്ള യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്ക്. അവിടെ നമുക്ക് ഉത്തരമുണ്ട്, അവിടെ വിമോചനമുണ്ട്. അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. ഇനി വരുന്ന വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വാക്യം. അവിടെ വചനം പറയാ, നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ നുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിശ്വാസത്തിൽ നിവർന്നു നടക്കാൻ, നമ്മൾ അഭിഷേകത്തിൽ നിവർന്നു നടക്കാൻ, നമ്മൾ ധീരതയിൽ നിവർന്നു നടക്കാൻ, വിശ്വസ്തതയിൽ നിവർന്നു നടക്കാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിവർന്നു നടക്കാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിവർന്നു നടക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? അടിമത്തത്തിന്റെ കെട്ടുകളെ എന്നേക്കുമായി യേശു പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴൊക്കെ
ആദിമ സഭയിലെ വിശ്വാസികളെയാണ് പലപ്പോഴും എന്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്. റോമൻ സാമ്രാജ്യം ഭരിച്ച 10 ചക്രവർത്തിമാരെ, ന്യൂറോ, ഡൊമിഷ്യൻ, ട്രാജൻ, ഹെൻറിയൂസ്, സെപ്റ്റിമിയൂസ്, ദേച്ചിയൂസ്, വലേറിയൻ, ഡയക്ലിഷ്യൻ, അതിലേറ്റവും പ്രധാനിയായിരുന്നു ക്രൈസ്തവരെ തകർക്കുകയും പീഡിപ്പിക്കുകയും ക്രിസ്തീയതയെ ഇല്ലാതാക്കുവാനായി ഏറ്റവും അധികം പരിശ്രമിച്ച റോമൻ ചക്രവർത്തിയായിരുന്നു ന്യൂറോ ചക്രവർത്തി. നമ്മൾ തിരുസഭ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ പറ്റും. ഈ ന്യൂറോ ചക്രവർത്തിയുടെ കാലയളവിലാണ് പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലനൊക്കെ ധീരതയോടെ ക്രിസ്തുവിനായി രക്തസാക്ഷിയായിട്ട് മാറിയത്. അവിടെ ന്യൂറോ ചക്രവർത്തി വന്യമൃഗങ്ങൾക്ക്, കാട്ടുമൃഗങ്ങൾക്ക് ഇതാ വിശ്വാസികളെ എറിഞ്ഞു കൊടുക്കുകയാണ്. നീറോയുടെ പൂന്തോട്ടങ്ങളിൽ, ഉദ്യാനങ്ങളിൽ വിളക്കുമരങ്ങളായി അന്നത്തെ ക്രൈസ്തവരെ കുത്തി നിർത്തി ദേഹത്ത് തുടിച്ചിട്ടി ആ പച്ച ശരീരം കത്തിക്കുമ്പോൾ, അവിടെ ശരീരം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ വിശ്വാസികൾ അഭിഷേകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും, ഞങ്ങൾ രക്തം ചിന്തേണ്ടി വന്നാലും ഞങ്ങൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, അവർ എങ്ങനെയാണ് അവർക്ക് ഈ ധീരത പ്രകടമാക്കാൻ പറ്റിയത്? അവർ ആത്മാവിനെ നയിക്കപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂലത്തിന് മുൻപിൽ, പ്രതിസന്ധിയുടെ മുൻപിൽ സ്വാതന്ത്ര്യത്തോടെ, ആനന്ദത്തോടെ ആ പ്രതിസന്ധിയെ നോക്കി പുഞ്ചിരിക്കുവാൻ, അതിനെ സ്വീകരിക്കുവാൻ അന്നത്തെ ദൈവജനത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ സ്വാതന്ത്ര്യത്തിന് ആത്മാവിനാൽ ആദിമ സഭയിലെ വിശ്വാസികളെ പോലെ നയിക്കപ്പെടുവാനായി സ്വർഗം ആഗ്രഹിക്കുകയാണ്. നമ്മൾ പാടുന്നില്ലേ, ആദിമ സഭയിലെ ദാസന്മാർ വഴിയറിയാതെ വലഞ്ഞപ്പോൾ രക്തം ചിന്തി സാക്ഷികളാകാൻ ആത്മാവേകിയ കർത്താവേ. ആത്മാവിൽ കത്തി ജ്വലിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചേർന്ന് അഭിഷേകത്തോടെ പാടിയേ, ആദിമ സഭയിലെ ദാസന്മാർ വഴിയറിയാതെ വലഞ്ഞപ്പോൾ രക്തം ചിന്തി സാക്ഷികളാകാൻ ആത്മാവേകിയ കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. ഹല്ലേലൂയ. റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പൗലോസ് വീണ്ടും പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ വ്യാപരിക്കാൻ പറ്റും. നമുക്ക് സ്ഥിരതയോടെ നിൽക്കാൻ പറ്റും. പിന്നെ ഒരിക്കലും നമ്മൾ പഴയ ജീവിതത്തിലേക്ക്, പഴയ ചിന്താഗതികളിലേക്ക്, പഴയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പിഴുതുമാറ്റിയ പാപ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ പോവുകയില്ല. എവിടെയും എപ്പോഴും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിക്കുവാനും ആ സ്വാതന്ത്ര്യത്തെ പകർന്നു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിനായി ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ ശക്തീകരിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. നമുക്ക് ഈ അഭിഷേകം ഏറ്റെടുത്ത് ഒരിക്കൽ കൂടെ യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു സമ്പൂർണ്ണമായ വിമോചനം ഒഴുകപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ ചേർന്ന് ദൈവത്തിന്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, വിമോചനത്തിന്റെ ആത്മാവായി നമ്മളിൽ കത്തി പടരുവാനായി ഒരിക്കൽ കൂടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവജനത്തിന്റെ മേൽ വിമോചനത്തിന്റെ ആത്മാവായി, വിടുതലിന്റെ ആത്മാവായി, ആജ്ഞയുടെ ആത്മാവായി അങ്ങ് എഴുന്നള്ളണമേ. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധനത്തിന്റെ കുരുക്കുകളെയും എല്ലാ മുഖങ്ങളെയും ഒഴിച്ചു മാറ്റി ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്താലും സമാധാനത്താലും ആനന്ദത്താലും നിന്റെ ജനത്തെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഒരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു പരാ
പരമപരിശുദ്ധനായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ ഏറൊരുക്കമുള്ള ഹൃദയത്തോടെ നമുക്ക് പങ്കുകൊള്ളാം. കർത്താവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണിത്. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനോട് ലഭ്യമായ സ്വാതന്ത്ര്യത്തിൽ വ്യാപരിക്കുവാനും നടക്കുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇരുകരങ്ങളും നമ്മുടെ കർത്താവിന്റെ തിരുമുൻപിലേക്ക് യാചനാപുറം നീട്ടിപ്പിടിച്ച് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലേക്കും ഇതാ വിമോചനത്തിന്റെ ആത്മാവായി, സൗഖ്യത്തിന്റെ അഭിഷേകമായി, കൃപയുടെ ശക്തിയായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ പോവുകയാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന സകല ദുഃഖങ്ങളും, നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ തകർച്ചകളും, നമ്മുടെ ജീവിതങ്ങളെ വലിയ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇപ്പോൾ കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിന് മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇതാ കർത്താവ് കടന്നു വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ വിഷയങ്ങളിലേക്കെല്ലാം കർത്താവിന്റെ സാന്നിധ്യം വലിയ അളവിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവെ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. എല്ലാ അടിമത്വങ്ങളിൽ നിന്നും, എല്ലാ മുഖങ്ങളിൽ നിന്നും, എല്ലാ മനോഭാരങ്ങളിൽ നിന്നും നിന്റെ ജനത്തെ വിടുവിക്കണമേ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും കൃപയായി കർത്താവെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇത് അത്ഭുതത്തിന്റെ സമയം. സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഗ്രഹത്തിന്റെ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കർത്താവെ പ്രവർത്തിക്കണമേ. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവായി, വിമോചനത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി ഞങ്ങളുടെ ജീവിതത്തിൽ കത്തിപ്പടരണമേ. ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവായി, വിടുതലിന്റെ ആത്മാവായി ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലേക്കും സ്വാതന്ത്ര്യമായി കടന്നു വരണമേ. തുരിച്ചു പ്രാർത്ഥിക്കേ. യേശുവിന്റെ അഭിഷേകത്തെ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിയറിയാതെ വലഞ്ഞപ്പോൾ ആരാധന, ആരാധന, ആരാധന. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൽ, യഥാർത്ഥമായ സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ, ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തീകരിക്കണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, ആത്മാവേ നന്ദി. ഹല്ലേലൂയ.